സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ അതിഥികളായി പല മുഖങ്ങളെയും ഞാൻ ഈ പകൽക്കാലത്തിൻ്റെ മധ്യ കാണുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവസഭയുടെ വന്ദനമറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ പകൽക്കാലത്തെ രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയ ദേവദാസൻ പാസ്റ്റർ രതീഷ് ഏലപ്പാറ അവരുകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ തക്ക സമയത്ത് തന്നെ രാവിലെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സഭകളിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷിക്കുവാൻ ദൈവാത്മ ശബ്ദമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം തൻ്റെ ദാസനെ സഹായിച്ചു. അത് ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയ ദേവദാസന് ദൈവസഭയുടെ പേരിൽ വ്യക്തിയോടുള്ള സ്വാഗതവും വന്ദനവും അറിയിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസ്ഥലായിരിക്കാം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട് കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. എല്ലാ കണ്ണുകളും ചിലമിട്ടിയുള്ള ദിവസത്തിൽ അടച്ചാട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 18ാമത്തെ പകലിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നാം ഇന്ന് പകൽ ഇവിടെ വന്നെന്നല്ല, കർത്താവ് നമ്മോട് എന്ത് സംസാരിച്ചു, ദൈവം ഇന്ന് പകൽ നമ്മോട് എന്ത് സംസാരിച്ചു, അതിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. ചില മിനിറ്റുകൾ എല്ലാവരും അധരങ്ങൾ തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. കർത്താവിൻ്റെ ആത്മ പറഞ്ഞൊരു ദൂത, ആരാധിക്കാൻ പൗലോസ് തയ്യാറായാൽ, ശീലാസ് തയ്യാറായാൽ, ബന്ധനത്തെ അറുക്കാൻ ദൈവം തയ്യാറാ. ഈ പകൽ ദൈവദൂത ഏറ്റെടുക്കാൻ ഒരു തലമുറയുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനായി ഇതിൻ്റെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഉടബല ഹന്തല രഗതല ഹത്തുല രഗതല വൈഡല രഗതല ഹന്തല രഗതല. പരിശുദ്ധാത്മാവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഈ പകൽ ചിലർ പുതിയ ശുശ്രൂഷകൾ പ്രാപിക്കട്ടെ. ഈ പകൽ ചിലർ പുതിയ ശുശ്രൂഷകളുടെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നടത്തണമേ. ഹംദല ബൗഡല രഗതല ഹത്തുല രീതല ബൗഡല ബലബല. ഊടബരാതല അർത്ഥമനാന്തല രഗതല അൽത്തര ഊട ബാബ 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 ശന്തര. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തമ്പുരാൻ്റെ മുമ്പ് കടന്നു വരികയാ. ഈ സഭ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞങ്ങളുടെ സന്നിധിയിൽ ആമേൻ ആത്മദമനത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. സ്വർഗം ഈ സഭയെ ഈ പകൽ അനുഗ്രഹിക്കണമേ. ഈ സഭയ്ക്കകത്ത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒരു വലിയ കൂട്ടം ശുശ്രൂഷകളുടെ നിരയുണ്ടല്ലോ. എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഹോള് വിടുമ്പോൾ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ പ്രവർത്തന മേഖലകളിൽ എത്തുമ്പോൾ, അവരുടെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, നാളിതുവരെ അവർ അനുഭവിച്ചൊരു ആത്മസന്തോഷമല്ല, നാളിതുവരെ ചെയ്തൊരു ശുശ്രൂഷയല്ല, നാളിതുവരെ അവരുടെ ആത്മതലത്തിൽ വെളിപ്പെട്ട ഒരു ആത്മപകർച്ചയല്ല, ഇതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും വലുതൊന്ന് എൻ്റെ തമ്പുരാൻ അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ വലിയ മഹത്വം ഈ പകൽ ശക്തിയോടെ ചലിക്കുന്നതിന് നന്ദി. ഈ സഭയോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദാസനെയും വിശ്വാസികളെ ഏൽപ്പിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങളോട് സംസാരിപ്പാൻ ആലോചന തരണമേ. നമ്മുടെ ദൂതന്മാരുടെ കാവൽ ഇതിൻ്റെ മധ്യ വെളിപ്പെടണമേ. ഇന്ന് പകൽ എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടണമേ. ഒരു വ്യക്തിയും വെറും കൈയോടെ മടങ്ങരുത്. കർത്താവെ, ഇസ്രായേൽ പാളയത്തിൻ്റെ അകത്തുള്ളവർക്കെല്ലാം മന്ന കിട്ടിയെന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലിരുന്നവർക്കെല്ലാം അപ്പം കിട്ടിയെന്ന് ഞങ്ങൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആർക്കും ദൂത് ഇല്ലാതെ പോകരുത്, ആരും ഒരു ആലോചന ശ്രമിക്കാതെ പോകരുത്. എല്ലാ ഉള്ളങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദം
ഈ പകൽ ദൈവാത്മാവ് ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന കൃപകൾക്ക് നന്ദി. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഈ സഭയുടെ ശുശ്രൂഷകനായി പരിശുദ്ധാത്മാവിൽ നിയുക്തനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷിജു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മധ്യേ ആമേൻ കടന്നു വന്നിരിക്കുന്ന PMG ദൈവസഭയുടെ വിവിധ ലോക്കൽ ചർച്ചകളിലുള്ള കർത്താവിൻ്റെ ദാസന്മാർ, ഇതിൻ്റെ മുൻനിര പ്രവർത്തകർ, ഈ സഭയുടെ ഭാഗവാക്കായ ദൈവജനം, എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇന്ന് പകൽ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? കർത്താവ് എന്നോട് പറഞ്ഞൊരു ചിന്ത ഇതാണ്: പ്രസ്ഥാനത്തെ നോക്കി പടകിനെ വിട്ടാൽ നീ രക്ഷപ്പെടത്തില്ല. ഒരു പാസ്റ്ററെ നോക്കി പടകിനെ വിട്ടാൽ നീ രക്ഷപ്പെടത്തില്ല. മറിച്ചിന്ന് പകൽ നീ കർത്താവിൻ്റെ മുഖം നോക്കിയാ ചിലതിനെ വിട്ടതെങ്കിൽ ഇന്ന് പകൽ ആത്മാ പറയാ, അവൻ നിന്നെ കൈവിടുവാൻ തയ്യാറല്ല. നീ കൈവിട്ടതിനേക്കാൾ, നീ ഉപേക്ഷിച്ചതിനേക്കാൾ മഹത്വമുള്ളത് ഈ പകൽ നിനക്ക് വേണ്ടി കരുതാൻ തയ്യാറുള്ള ദൈവം ഇതിൻ്റെ മധ്യേ ഇറങ്ങിയിട്ടുണ്ട്. സുവിശേഷകന്മാരായ ദൈവദാസന്മാരെ, പടകിനെ വിട്ട്, ജോലിയെ വിട്ട്, നാമധേയ കൂട്ടം വിട്ട്, നാമധേയ ആരാധന വിട്ട്, ജാതീയ മാർഗം വിട്ട് നീ കർത്താവിങ്കിലേക്ക് ഈ പകൽ ഇറങ്ങി തിരിച്ചവനാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുക, നീ കൈവിട്ടതിനേക്കാൾ മഹത്വമുള്ളത് ഈ പകൽ എന്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ഈ പകൽ ദൂത് പറയുക. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. വിട്ടതിനേക്കാൾ മെച്ചമുള്ള, വിട്ടതിനേക്കാൾ മേൽത്തരമുള്ള വഴികളെ തുറക്കാൻ കഴിയുന്ന ദൈവം ഈ പകൽ ഇവിടെ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവിന്റെ ആത്മാവ് ദൂത് ആവർത്തിക്കുക. നീ വിട്ടതിനേക്കാൾ മെച്ചമുള്ളത്, നീ വിട്ടതിനേക്കാൾ മഹത്വമുള്ളത് ഈ പകലിൽ നിന്റെ മേലേക്ക് എന്റെ തമ്പുരാന് അയക്കാൻ പദ്ധതിയുണ്ടെന്ന് ഈ പകൽ ചിലതിനോട് ദൈവാത്മാവ് ദൂതാവർത്തിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൂതുകളിലേക്ക് വരാം. കർത്താവിനോട് പറഞ്ഞൊരു ചിന്ത, ഇവർ വിട്ടപ്പോൾ അറിഞ്ഞില്ല കിട്ടാൻ പോകുന്ന മഹത്വം എന്നാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസന്മാരോടാ എൻ്റെ ആദ്യത്തെ ദൂത്, നിങ്ങൾ വിട്ടപ്പം അറിഞ്ഞു കാണത്തില്ല ലഭിക്കാൻ പോകുന്നത് മഹത്വമുള്ളതാണെന്ന്. ഇന്ന് പകൽ നീ വിട്ടത് ചെറുതാണെങ്കിൽ വരാൻ പോകുന്നത് മഹത്വമുള്ളതാണെന്ന് ദൈവാത്മാവ് ഈ പകൽ ദൂത് പറയുക. ഇന്നൊരു 8 കാര്യങ്ങൾ ഞാൻ തൊട്ടിട്ട്, ആമേൻ, 7 കാര്യങ്ങൾ തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. എന്തുകൊണ്ടാണ് പത്രോസ് ഈ പടകും വലയും ഒക്കെ വിട്ട് കർത്താവിനെ അനുഗമിക്കാൻ കാരണം? സ്തോത്രം. നമുക്ക് 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഓരോന്നായി താഴേക്ക് വായിക്കാം. പത്രോസിനെ കർത്താവ് തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? സ്തോത്രം. എല്ലാവരുടെയും തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. സ്തോത്രം. എൻ്റെ പെങ്ങൾ കിഡ്നി സംബന്ധമായ രോഗബാധിതയായി കിടക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് സൗഖ്യം നൽകി. ഈ സൗഖ്യം കണ്ടോണ്ടാ ഞാൻ കർത്താവിൻ്റെ വയലിറങ്ങിയേ. ഇതിൻ്റെ അകത്തുള്ളവർ ഒരുപക്ഷെ മക്കളുടെ ജീവിതത്തിലെ രോഗം കണ്ട് കർത്താവിനെ അറിഞ്ഞവരുണ്ട്. കടബാധ്യതയ്ക്കകത്ത് നിന്ന് കർത്താവിനെ അറിഞ്ഞവരുണ്ട്. അവൻ പലതരത്തിൽ വിളി തിരിച്ചറിഞ്ഞവരാ ഇതിൻ്റെ അകത്തുള്ളേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം പത്രോസിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണത്തെ ഒന്ന് തൊട്ടിട്ട് നമുക്ക് ദൂതുകളിലേക്ക് ഇറങ്ങാം. വായിച്ചു 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരക്കുകയായിരുന്നു. അടുത്ത വാക്യം. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു. മതി. സ്തോത്രം. കർത്താവിൻ്റെ
ശുശ്രൂഷയുടെ ഭൂരിഭാഗം മേഖലകളും ഗലീലയോട് ബന്ധപ്പെട്ട, തിബരിയാസ് കടലിനോട് ബന്ധപ്പെട്ട, ഇതെല്ലാം ഒരു പേര് തന്നെയാ. സ്തോത്രം. ഈ ഏരിയയിലാണ് കർത്താവ് തൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തത്. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് കർത്താവ് ഗലീലയെ തെരഞ്ഞെടുത്തത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, എല്ലാവരാലും തള്ളപ്പെട്ട ഒരു മേഖലയാണ് ഈ ഗലീല. സ്തോത്രം. ആർക്കും വേണ്ടാത്ത, ആരും ഉപയോഗിക്കാത്ത, എല്ലാവരാലും തള്ളപ്പെട്ട ഒരു മേഖലയെ കർത്താവ് തെരഞ്ഞെടുത്തു. ഇന്ന് പകലിൽ കർത്താവ് ഇതിൻ്റെ അകത്തുള്ള ദൈവജനത്തോട് ദൂതായി പറയുക, നിന്റെ ദൈവം തെരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം മറ്റു പലർക്കും നിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തേ. സ്തോത്രം പറയുന്നില്ലല്ലോ, സ്തോത്രം പറയുന്നില്ലല്ലോ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂതിതാണ്, ആർക്കും നിന്നെ വേണ്ടെങ്കിലും നിന്നെ ആവശ്യമുള്ളൊരു ദൈവം ഈ പകലിൽ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. നിന്നെ ഉദരം കൊടുത്ത് പ്രസവിച്ചതിൻ്റെ അമ്മയ്ക്ക് വേണ്ട, നിന്റെ നീ പുറപ്പെട്ട അതേ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് നിന്റെ സഹോദരങ്ങൾക്ക്, രക്തബന്ധങ്ങൾക്ക് നിന്നെ വേണ്ട. പക്ഷേ ഇന്ന് പകൽ കർത്താവ് പറയുക, എടാ ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഇന്ന് പകലിൽ നിന്റെ മേൽ എനിക്കൊരു വിളിയുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. സ്തോത്രം, സ്തോത്രം. നോക്കിയേ, കർത്താവ് ജനിച്ചതിടത്ത് വളർന്നിടത്തത് ശുശ്രൂഷ ഗലീലയോട് ബന്ധപ്പെട്ട്. സ്തോത്രം. കർത്താവ് അവിടെ നിൽക്കുമ്പോൾ വലിയൊരു കൂട്ടം കർത്താവിൻ്റെ വചനം കേൾക്കാൻ അവിടെ വന്നു കൂടുകയാണ്. സ്തോത്രം. കർത്താവ് അവിടെ വരുമ്പോൾ ഒന്നാമത് കാണുന്ന കാഴ്ച, മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, പണ്ടത്തെ പെന്തക്കോസുകാരുടെ പ്രാർത്ഥനയുടെ ആദ്യത്തെ 15 മിനിറ്റ് കഴുകപ്പെടല. ഓ, മിണ്ടുന്നില്ലല്ലോ. കർത്താവെ, ഞങ്ങളുടെ വാക്കില്, ഞങ്ങളുടെ നോട്ടത്തില്, ഞങ്ങളുടെ സംസാരത്തില് കഴിഞ്ഞ ഒരാഴ്ചക്കാലം എൻ്റെ ഇടപാടി വന്നതല്ല. പുത്രൻ്റെ രക്തത്താൽ കഴുകണം, ശുദ്ധീകരിക്കപ്പെടണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഇതിന് ശേഷം മാത്രമേ പണ്ടത്തെ ദൈവമക്കൾ ആരാധനയ്ക്ക് തയ്യാറാകാറുള്ളൂ. മിണ്ടുന്നില്ലല്ലോ. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ട്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ, ലംഘനത്തെ മറച്ചു പിടിക്കുന്നവനെ അല്ല, പാപത്തെ ഒതുക്കി വെക്കുന്നവനെ അല്ല, മറിച്ചൊന്ന് പകൽ കഴുകാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവനെ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടമാ. സ്തോത്രം. നോക്കിയാൽ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. സ്തോത്രം. എന്താ ദൈവ സാന്നിധ്യം എവിടെയേലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നാമത് സംഭവിക്കുന്നത് ശുദ്ധീകരണമാണ്. സ്തോത്രം പറയാമോ, സ്തോത്രം പറയാമോ. ദൈവാത്മാവ് ഇന്ന് പകലിൽ ആമേൻ ഒരു ദൂതനോട് ആവർത്തിച്ച് പറയാൻ പറയുക, ദൈവ സാന്നിധ്യം ഏത് മണ്ണിലിറങ്ങിയിട്ടുണ്ടോ, ഏത് ദേശത്തിറങ്ങിയിട്ടുണ്ടോ അവിടെ സംഭവിച്ച ഒന്നാമത്തെ കാര്യം ശുദ്ധീകരണമാണ്. ഞാൻ ഈ വാക്യത്തിലേക്ക് പിന്നീട് മടങ്ങി വരാം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മുൾപ്പടർപ്പിൽ ഇറങ്ങി വരികയാ. സ്തോത്രം. അവിടെ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, വെന്തു പോകുന്നില്ല. ഈ അസാധാരണമായ കാഴ്ച കണ്ട മോശെ അതിൻ്റെ അടുക്കലേക്ക് ഓടി അടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യക്ഷപ്പെട്ട, വെളിപ്പെട്ട ദൈവ സാന്നിധ്യം പറയുക, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക, അഴിച്ചു കളയുക. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഇന്നലെ വരെ ചവിട്ടിത്തേച്ച് നടന്ന ആ ചെരുപ്പിട്ടോണ്ട് നിനക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയത്തില്ല. ഉപവാസത്തിന്റെ 18-ാം പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുക, ശുശ്രൂഷ വെളിപ്പെടണോ. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുക, കൃപ വെളിപ്പെടണോ. ചില പഴയ ചെരുപ്പുകൾ ഈ പകൽക്കാലം അഴിച്ചു കളയേണ്ടതുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ദൂത് പറയാണ്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എന്താ ഈ പഴയ ചെരുപ്പ്? ഈ പഴയ ചെരുപ്പിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, കൊട്ടാരത്തിൽ കിടന്നപ്പോ ഈ പഴയ ചെരുപ്പാ ഇവനെ ഒരു കൊലപാതകിയാക്കിയേ. 2, ഈ പഴയ ചെരുപ്പിട്ടോണ്ട് ഇവൻ ആടുകളെ മേച്ച് നടക്കുക. ഈ നടപ്പ് ഇവനെ പഠിച്ച നാവുകാരനാക്കി. കർത്താവ് എന്നോട് പറഞ്ഞൊരു ചിന്ത ഇതാ, എടാ കുഞ്ഞെ, പഴയ ചെരുപ്പിട്ടോണ്ട് നടന്നാൽ പുതിയതൊന്നും വെളിപ്പെടത്തില്ല. സ്വത്രം പറയാമോ? നീ ഇന്ന് പകൽ നിന്റെ കാലിലെ ചെരുപ്പ്
പഴയതാണെങ്കിൽ ഇതിനെ അഴിച്ചു മാറ്റാൻ തയ്യാറായാൽ നിന്റെ കയ്യിലെ പഴയ വടിയെ അവൻ അധികാരത്തിന്റെ വടിയാക്കി മാറ്റാൻ ഈ പകൽക്കാലം കഴിയുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. മനസ്സിലായവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ ചെരുപ്പ് ഇന്ന് പകൽ നീ അഴിച്ചു കളയാൻ താല്പര്യപ്പെട്ടാൽ ആ പഴയ ചെരുപ്പ് നീ ഉപേക്ഷിക്കുമ്പോ നിന്റെ ആ പഴയ വടിക്കകത്ത് ഒരു പുതിയ അധികാരത്തെ ഈ പകലിൽ എന്റെ ദൈവത്തിന് അയക്കാൻ പദ്ധതിയുണ്ട്. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിന്റെ മധ്യേ ഇറങ്ങി നിൽക്കുകയാണ്. ഒരു വലിയ ദൈവശക്തി ഈ പകൽ ഇവിടെ ചലിക്കുകയാണ്. ചില പഴയ അനുഭവങ്ങൾ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല. നീ എത്ര വർഷം മുമ്പുള്ള തുരുത്തിയാണേലും, എത്ര വർഷം പഴക്കമുള്ള ചെരുപ്പാണേലും ഈ പകൽ അഴിച്ചു മാറ്റിയാൽ മാത്രമേ എൻ്റെ ദൈവത്തിന് നിന്റെ പഴയ വടിയെ അധികാരത്തിന്റെ വടിയാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഉടവന ഹന്തല രഗതല ഹത്തുല രഗതന. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. കൃപ വെളിപ്പെടേണ്ടതിന്, ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ദൈവശക്തി വെളിപ്പെടേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പഴമയുടെ അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തിന് ഇല്ല. പഴയ ചെരുപ്പിട്ടുണ്ട് നിനക്ക് ചെന്നാൽ നിന്റെ മുമ്പിൽ ദൈവത്തിന് ഒരു കൈമാറ്റം നടത്താൻ പറ്റത്തില്ല. സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ബന്ധക്കോസുകാരെല്ലാം പറയുന്ന പണ്ടത്തെ കാര്യമാണ്. പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ടത്തെ പോലത്തെ നല്ല കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വാക്കിൽ അങ്ങ് പറയാം. പണ്ട് നിനക്ക് ആരാധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, തുള്ളാൻ ബുദ്ധിമുട്ടില്ല, ചാടാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പം നിന്റെ അകത്ത് മൊത്തം കിടക്കുന്ന ബ്രദറൻ സ്വഭാവമാണ്. ഇതൊന്ന് കളയണം. സ്തോത്രം. എന്നിട്ട് പ്രാർത്ഥിക്കണം, പണ്ടത്തെ പോലൊരു നല്ല കാലം. സ്തോത്രം, സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ ദൈവജനം. സ്തോത്രം. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, പാസ്റ്റർ രാജേഷ് ഏലപ്പാറ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ അഭിഷേകത്തിൻ്റെ അടുത്തൊരു നിലവാരത്തിൽ കയറുന്നേ. അവിടെ ഞാനും പാസ്റ്റർ അനീഷ് ഏലപ്പാറയും രാജേഷ് ഏലപ്പാറയൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മണിക്കൂറുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ 40 ദിവസമൊക്കെ ഉപസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന നിയന്ത്രിച്ച് ക്ലോക്കല്ല, ഞങ്ങളുടെ പ്രാർത്ഥന നിയന്ത്രിച്ച് മൊബൈലല്ല, ഞങ്ങളുടെ പ്രാർത്ഥന നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ ഞാനൊരു ദൂത് പറയാം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വേണമെങ്കിൽ നിന്റെ കാലിൽ കിടക്കുന്ന ആ പഴക്കവും ഉള്ള അറിവിന്റെ ആ ചെരുപ്പൊന്ന് അഴിച്ചു കളയണം. സ്തോത്രം, സ്തോത്രം. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. എനിക്ക് ഇന്നത്തെ ഓരോ ടീച്ചിങ്ങൊക്കെ വിഷമമാണ്. എന്തിനാ പാസ്റ്റർ തുള്ളുന്നേ? എന്തിനാ പാസ്റ്റർ ചാടുന്നേ? എന്തിനാ പാസ്റ്റർ ഒച്ചയിട്ട് അന്യഭാഷ പറയുന്നേ? സ്തോത്രം. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദുരുപദേശം ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. എന്താണെന്ന് ചോദിച്ചാൽ പറയാ, തുള്ളിക്കൊണ്ട് അന്യഭാഷ പറഞ്ഞു. സ്തോത്രം. ഞാൻ എന്നാലും ഓർത്ത് നമ്മുടെ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ ദൈവത്തെ ആരാധിച്ച കാലഘട്ടത്തിൽ ഈ പുള്ളികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ദുരുപദേശക്കന്മാരൊക്കെ ഇങ്ങനെ. സ്തോത്രം പറഞ്ഞേ. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകലൊരു ദൂത് പറയുക, പഴയത് നീ അഴിച്ചു കളയണം. സ്തോത്രം. പഴയത് അഴിച്ചു കളഞ്ഞാൽ ദൈവാത്മാവ് ഒരു ദൂത് പറയുക, ഇതുവരെ ആടിനെ തട്ടിയും മുട്ടിയും പരിപാലിക്കാൻ ഉപയോഗിച്ച ആ പഴയ വടിയുണ്ടല്ലോ, ആ പഴയ വടിയുണ്ടല്ലോ, ഈ വടിയെ എൻ്റെ ദൈവത്തിന് അധികാരത്തിന്റെ വടിയാക്കിയിട്ട് ഈ വടിയുടെ മുമ്പിൽ ചെങ്കടലുകൾ പിളരത്തക്ക നിലയിൽ, ഈ വടിയുടെ മുമ്പിൽ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടത്തക്ക നിലയിൽ ഇതിനെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഈ പകൽ കഴിയും. സ്തോത്രം. ഞാൻ കർത്തൃദാസന്മാരുടെ ദൂത് പറയാം. നിങ്ങളുടെ പ്രസംഗം പഴയതാണേലും ഈ ഉപവാസം കഴിയുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ അകത്ത് നിന്ന് പുതിയ ദൈവപ്രവർത്തികളെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലി പഴയതാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ പറയുക, പഴയ ചെരുപ്പിനെ നിങ്ങൾ അഴിച്ചു കളഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന് ഒരു പുതിയ ദൈവശക്തിയെ ഇന്ന് പകൽ അധികാരത്തോടെ എൻ്റെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ഈ പകലിലും പദ്ധതിയുണ്ടെന്ന് ദൈവത്വം ദൂതാവർത്തിക്കുകയാ.
ചുടപര ഭൗശാല സന്തല. കരങ്ങളടിച്ച് ആരാധിച്ചോ, കരങ്ങളടിച്ച് ആരാധിച്ചോ. ചൂടപാര ശന്തല പൗഡല ചൂട പൗഡല ചൂടമാന തൂരാപാല. ആരാധിച്ചാട്ടെ. ഇന്ന് പകലിൽ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ ആ പഴമയുടെ അനുഭവത്തിൽ നിന്ന്, ആ പഴയ വടിക്കകത്തിൽ നിന്ന് പൈശാചിക കോട്ടകളെ തകർക്കാൻ, ദുരാത്മ മണ്ഡലങ്ങളെ വെട്ടാൻ പ്രാപ്തിയുള്ളൊരു ദൈവപ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോവാന്ന് ദൂത് പറയുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പഴയ ചെരുപ്പ് പഴയ നടപ്പ. സ്തോത്രം പറയാമോ, സ്തോത്രം പറയാമോ. ഞങ്ങൾ പണ്ട് ഞാനും എൻ്റെ അനിയനും ഒക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ കാടും മേടും ഒക്കെ കടന്നാണ് വരുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ പറയും, ഒന്ന് ചെരുപ്പ് ഊരി വെളിയിലിട്ടിട്ട് കയറുക, അല്ലെങ്കിൽ കാല് കഴുകിയിട്ട് വീട്ടിൽ കയറുക. സ്തോത്രം. ആദ്യമേ ഒന്നും അറിയത്തില്ല, പിന്നീട് മനസ്സിലായി. കണ്ട ചാണകത്തിലും അതിലൊരുവൊക്കെ ചവിട്ടിയായി കയറുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് ഊരിയിട്ട് കഴുകിയിട്ട് നീ കയറിയാൽ മതി. ശ്രദ്ധിക്കണേ, നീയും ഞാനും അറിയാതെ നീ പലതിലും ചവിട്ടി നിന്നിട്ടുണ്ട്. നീയും ഞാനും അറിയാതെ നീ പല വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. നീ അറിയാത്ത വഴികളിലൂടെ കയറി വന്ന ചില സ്വാധീനങ്ങൾ നിന്നിൽ വെളിപ്പെടേണ്ട നന്മകളെ തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ് പഴയതിനെ അഴിച്ചുകളാ. ഒന്ന്, ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ പഴയ ചെരുപ്പിനെ അഴിക്കാൻ പറഞ്ഞു. ഈ രണ്ടാമത്തെ ഭാഗം തൊട്ടിട്ട് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. 2, ആമേൻ 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 സ്തോത്രം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം മാത്രം ഒരാളൊന്ന് വായിച്ച് ആ ഭാഗം വിട്ടാട്ടെ. 6-ാം അധ്യായം യെശയ്യാവ് 6. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത വാക്യം. മതി. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ഒരു ദർശനം കാണുകയാ. സ്തോത്രം. ആ ദർശനത്തിൽ ഇങ്ങനെയാണ്, കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു. സ്തോത്രം. അടുത്ത വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സറാഫുകൾ ദൈവത്തെ ആരാധിക്കുക. എങ്ങനെ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ അടിച്ചുയർന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാ. ഈ ആരാധനയ്ക്ക് മധ്യേ ദൈവസാന്നിധ്യം കണ്ട് കർത്തൃദാസനായ യെശയ്യാവ് പറയുക, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അപരമുള്ള മനുഷ്യൻ, അശുദ്ധരായ ജനത്തിന്റെ ഇടയിൽ പാർക്കുന്നു. സ്തോത്രം. ഈ 1-ാം അധ്യായം തൊട്ട് യെശയ്യാവിന്റെ പ്രവചനം കേട്ടാൽ നമ്മളെല്ലാം കിടുങ്ങിപ്പോവും. ആമേൻ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനെയും അതിന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. 3-ാം അധ്യായത്തിൽ തോന്നുന്നു ഇസ്രായേൽ കന്യകയുടെ, സിയോൻ കന്യകയുടെ കുറവുകളെ താൻ എടുത്തു പറഞ്ഞ് വർണ്ണിക്കുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. പക്ഷെ 6-ാം അധ്യായത്തിൽ താൻ ഒരു കാഴ്ച കണ്ടപ്പോ താൻ പറയുക, അയ്യോ, ഞാൻ അശുദ്ധൻ. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവസാന്നിധ്യം യഥാർത്ഥമായി കണ്ടാൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. ഇവന്റെ നിലവിളിക്ക് മുമ്പിൽ ദൂതൻ ആമൻ കൊടിലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് അവൻ്റെ അധരത്തെ തൊടുകയാ. അവൻ്റെ അധരം അവിടെ ശുദ്ധീകരിക്കപ്പെടുകയാ. ദൈവാത്മാവിനോട് പറഞ്ഞ 2-ാമത്തെ ദൂത്, ആമൻ, ദൈവ സാന്നിധ്യം കണ്ടാൽ നിന്റെ അധരം ശുദ്ധീകരിക്കപ്പെടും. സ്തോത്രം പറയാമോ, സ്തോത്രം പറയാമോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മ എന്ന് പറയുക, ഇത് വചനമാണ്, ഞാൻ വചനത്തിൽ നിന്ന് മാത്രം പറയുന്നയാളാ.
ഇന്ന് പകലിൽ കർത്തൃദാസന്മാരെ, കർത്തൃദാസിമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവാത്മാവ് ദൂതാവർത്തിക്കുക. ആ കനൽ ആമേൻ അവൻ 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 യെശയ്യാവിൻ്റെ അതരത്തെ തൊട്ടപ്പ അതര ശുദ്ധമായി. അതുവരെ കണ്ടത് കുറവുകളെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ പിന്നീട് താൻ പ്രവചിക്കുക മശിഹയുടെ വരവിനെ കുറിച്ച്, മശിഹയുടെ ജനനത്തെ കുറിച്ച്. ഇന്ന് പകലിൽ ഒരു ശുദ്ധീകരണം വെളിപ്പെട്ടാൽ നിനക്ക് യേശുവിനെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. മിണ്ടുന്നില്ല നിങ്ങൾ. ഞാൻ ഇന്നൊരു കാര്യം പറയാം. ഞാൻ ഷിജു പാസ്റ്ററെ കുറ്റം പറയുക, ഞാൻ കർത്തൃദാസന്മാരെ കുറ്റം പറയുക, ഞാൻ എൻ്റെ കുറ്റം കാണുന്നില്ല. പക്ഷെ യഥാർത്ഥമായി ഞാൻ ദൈവസാന്നിധ്യം കണ്ടാൽ എൻ്റെ കുറ്റം മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ പറയുന്ന കർത്താവിനെ കുറിച്ചാ. ദൈവസഭകൾ തിരിച്ചറിയണം കുറ്റം പറയുന്നവരെ കുറിച്ച്. അവർ ദൈവസാന്നിധ്യം യഥാർത്ഥമായി കണ്ടാൽ കർത്താവിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. ഓ മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഈ 4 ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. ഒന്ന് വായിച്ചട്ടെ. യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വായിക്കാൻ സമയമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ ശൈലി ഒന്ന് പറയാൻ വേണ്ടിയാണ് വായിച്ചു. 3-ാം അധ്യായം 16 മുതൽ മതി. ഈ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ സിയോൻ പുത്രിയോടുള്ള പ്രവചനം, നടപ്പിനെ കുറിച്ച്. പക്ഷെ 6-ാം അധ്യായത്തിൽ ദൈവസാന്നിധ്യം കണ്ട് 11-ാം അധ്യായത്തിൽ വന്നപ്പോ യെശയ്യാവിൻ്റെ പ്രവചനത്തിന്റെ ശൈലി മാറി. വായിച്ചോ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം. മതി. അപരത്തി ശുദ്ധീകരണം വന്നപ്പോ ജനത്തോട് പറയേണ്ടതെല്ലാം പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ മശിഹയെ കുറിച്ച് പറഞ്ഞു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവം മുമ്പാകെ ഏൽപ്പിക്കപ്പെടാൻ കഴിയും? അപരത്തിൽ ശുദ്ധീകരണം വന്നാൽ നിന്റെ ഉള്ളത്തിന്റെ അകത്ത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള എരിവ് വെളിപ്പെടും. എരിവ് വെളിപ്പെട്ടാൽ നിനക്ക് പിന്നെ പറയാനുള്ളത് മറ്റുള്ളവന്റെ കുറ്റമല്ല, കർത്താവിനെ കുറിച്ചാണ്, ദൈവത്തെ കുറിച്ചാണ്, ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഓ, മനസ്സിലായവർ ദൈവത്തെ ചില മിനിറ്റുകൾ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, കർത്താവേ എൻ്റെ അപരത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ. യേശു തമ്പുരാനെ എൻ്റെ അപരത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അപരത്തിൽ ശുദ്ധി വെളിപ്പെട്ടാൽ നിനക്ക് യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയത്തില്ല. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവജനം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് പകലിൽ അതരത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ തീ ഇതിന്റെ മധ്യ ഇറങ്ങിയിട്ടുണ്ട്. ചില അതരത്തെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ്. ചൂടവരാതല ശംദാ ബാബ ചൂടബല ഹൗഷേ ചൂടാ പാര അർത്തല രഗതല ചൂട പൗഡല വേദക അർത്തല രഗതല വൈഡല. ഇതുവരെ മറ്റുള്ളവന്റെ തെറ്റ് കണ്ട് അവന് മാർക്കിട്ടോണ്ടിരുന്നെങ്കിൽ ദൈവാത്മാ പറയാ, സാന്നിധ്യം വെളിപ്പെട്ടപ്പോ സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു ദൂതാണ്. ചിലതിന്റെ ജീവിതത്തിന് മാറ്റം വരാൻ ഇതൊരു ദൂതായി മാറുകയാ. എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ അമ്മാവനൊരു ഇച്ചിരി കലാവാസനയൊക്കെ ഉള്ള ആളാണ്. സ്തോത്ര കീബോർഡിസ്റ്റാണ് പുള്ളി. പണ്ട് സെക്കുലർ പരിപാടികൾക്കും അതുപോലെ തന്നെ ക്രിസ്തീയ പരിപാടികൾക്കൊക്കെ മാർക്കിടാൻ പോകും. മാർക്കിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിൽ ചോദിച്ചു, എന്തോ കിട്ടി? ഒരു പേന കിട്ടിയെന്ന് പറഞ്ഞു. എന്തോ കിട്ടി? ഇന്ന് പിന്നെ ജഡ്ജായിട്ട് പോകുന്നവർക്ക് ഇഷ്ടംപോലെ കാശാ. പണ്ട് ഒരു പേനയും ഒരു ഫയലും കിട്ടും. ഞാൻ എന്നാ കിട്ടി?
അപ്പം ഈ മാർക്കിടുന്നവർക്ക് കിട്ടാൻ പോകുന്ന രണ്ട് സാധനം, ഒരു പേനയും ഒരു ഫയലും. സ്തോത്രം. ശുദ്ധീകരണം പ്രാപിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത് കർത്താവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാട്. ഓ, മിണ്ടുന്നില്ലല്ലോ, ജനം മിണ്ടുന്നില്ലല്ലോ. ഇന്ന് പകൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെട്ടാൽ നീ പഴയ ആളല്ല, നീ പുതിയ ആളാ. നീ പുതിയ ആളായ പിന്നെ നിനക്ക് പറയാനുള്ളത് കർത്താവിനെ കുറിച്ച് മാത്രമാണ്. രണ്ടാമത്തെ ഭാഗം കൂടെ നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തെ ഭാഗമാണ് കർത്താവ് അവിടെ ഇറങ്ങിയപ്പോൾ അവർ വല കഴുകുക. വല കഴുകുക. സ്തോത്രം. അപ്പം കഴുകപ്പെടൽ എന്നും ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. പണ്ടത്തെ ഭക്തന്മാർ രാവിലെ എഴുന്നേറ്റ് പാടും, ഈ പകലൻ ജീവിതത്തിൽ തെറ്റുവരാതെ രക്തത്താൽ സൂക്ഷിച്ചെന്നെ തൃക്കരത്താൽ താങ്ങണേ. സ്തോത്രം. ദൈവമക്കളുടെ അധരത്തിൽ നമ്മൾ വലിയ പാപികളായിട്ടല്ല, പക്ഷെ ഓരോ മിനിറ്റും കർത്താവിൻ്റെ വരവിനോട് അടുക്കുക എന്നൊരു ബോധ്യം അകത്തുള്ളത് കൊണ്ട് പ്രാർത്ഥനാപ്പായലിരുന്നാലും കിടക്കാൻ പോയാലും എഴുന്നേറ്റാലും ആദ്യം പറയുന്നത് കർത്താവേ ഞങ്ങളെ കഴുകിയൊന്ന് സൂക്ഷിക്കണേ. സ്തോത്രം പറയണേ. ഈ പ്രാർത്ഥനയൊക്കെ സഭകളിൽ മടങ്ങി വരേണ്ട കാലമാണ്. ഈ പ്രാർത്ഥനയൊക്കെ വീണ്ടും വരേണ്ട കാലമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് വീണ്ടും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയും. ഒരു വല കഴുകുക. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. 5-ാം അധ്യായം. മലയാളത്തിൽ അപേക്ഷിച്ചു മറ്റുള്ള ഭാഷാന്തരങ്ങളിൽ പഠിക്കുമ്പോൾ ചോദിച്ചു എന്നാ. സ്തോത്രം. സ്തോത്രം പറയാമോ? ഞാൻ ദൂത് മാത്രമേ ഇന്ന് തൊടുന്നുള്ളൂ, അതിനുള്ള സമയമുള്ളൂ. നിങ്ങളൊരു കാര്യം ഓർത്തോണേ, കർത്താവിന് വേണ്ടി എന്തേലും കൊടുത്താൽ അത് നാളെ ചരിത്രമാണ്. ഓ, മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ മർക്കോസ് തൻ്റെ മാളിക മുറി കർത്താവിന് വേണ്ടി കൊടുത്തു. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യമേ പറയുന്ന മർക്കോസിൻ്റെ മാളിക മുറിയാ. ഒരിക്കൽ അരിമത്യക്കാരനായ യോസഫ് തൻ്റെ കല്ലറ കർത്താവിന് വേണ്ടി കൊടുത്തു. കല്ലറയും ക്രൂശും പറഞ്ഞാൽ ആ യോസഫിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്തെന്നറിയാമോ? പെട്ടകം കൊടുത്തവനും സ്തോത്ര കല്ലറ കൊടുത്തവനും വീട് കൊടുത്തവനെയും ദൈവം അനുഗ്രഹിച്ച ചരിത്രത്തിന്റെ താളുകളിൽ കിടപ്പുണ്ട്. സ്തോത്രം പറയാമോ? ഇന്ന് പകലിൽ ദൈവാത്മ ഒരു ദൂത് പറയുക, നിന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണെങ്കിൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്റെ പേരുണ്ടായിരിക്കും. ഓ, മിണ്ടുന്നില്ലല്ലോ കർത്തൃദാസന്മാരെ, ദൈവഭക്തന്മാരെ. നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതൊരു ചരിത്രമാ. അടുത്ത തലമുറ നിങ്ങളെക്കുറിച്ച് പറയും, ഇങ്ങനൊരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു കർത്തൃദാസി ഉണ്ടായിരുന്നു, ഇങ്ങനൊരു ദൈവവേലക്കാരൻ ഉണ്ടായിരുന്നു. സമർപ്പണമുള്ളവരെ ദൈവത്തിന് കൈവിടാൻ പറ്റത്തില്ല. പ്രൈസ് ദ ലോർഡ്. പണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ വർഷവും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് അധ്യാപകൻ ആദ്യമേ വന്ന് ക്ലാസ് എടുത്താലും ആദ്യത്തെ ക്ലാസ് സമർപ്പണമാണ്. കാരണം സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പത്തുമത്തയുടെ വേലയല്ല, സുവിശേഷ വേല കഷ്ടതയുടെ വേലയാണ്. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഇന്ന് പകൽ ദൈവദാസന്മാരോട്, എൻ്റെ യുവ സഹോദരന്മാരോട്, എൻ്റെ യുവ സഹോദരിമാരോട്, കർത്താവിൻ്റെ വയലിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരോട് ഞാനൊരു ദൂത് പറയാം. ലോകത്തേറ്റവും നല്ല വേല കർത്തൃവേലയാ. 2, ലോകത്തേറ്റവും സമർപ്പണം ഉണ്ടാകേണ്ട വേലയും കർത്തൃവേലയാ. തൻ്റെ പടകിനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ചില ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കെൻ്റെ ഒരു സ്നേഹിതൻ ഒരു മെസ്സേജ് ചെയ്തു. ഇത് വായിച്ച് ചിന്തിച്ചു, ചിരിച്ചു. ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇതാ. സ്തോത്രം. അരിമത്യക്കാരനായ യോസഫിനോട് പീലാത്തോസ് ചോദിച്ചു, എന്തിനാ നിന്റെ കല്ലറ യേശുവിന് കൊടുത്തേ? ഉടനെ പീലാത്തോസിനോട് യോസഫ് പറഞ്ഞെന്ന് ഒരു കോമഡിയാ. സ്തോത്രം. യേശുവിന് കൊടുത്താൽ 3 ദിവസത്തേക്ക് കൊടുത്താൽ മതി, പിന്നീട് അത് കിട്ടുമ്പോൾ മഹത്വത്തോടെ തിരിച്ചു കിട്ടുമെന്ന്. ഓ, മിണ്ടുന്നില്ലല്ലോ. ഓ, സ്തോത്രം പറ. ആൻറ്റിമാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ മക്കളിൽ നല്ലതിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ടോണേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ദൈവദാസന്മാരുടെ ദൂത് ഞാൻ പറയാൻ താല്പര്യപ്പെടുക. നിങ്ങളുടെ മക്കൾ ഇനി പൈലറ്റ് ആയാലും, നിങ്ങളുടെ മക്കൾ ഇനി അമേരിക്കയുടെ പ്രസിഡന്റ് ആയാലും അതിനേക്കാളും സന്തോഷം ദൈവവേലക്കാരനായി അറിയപ്പെടാനാണെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ തലമുറയെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചോണേ.
സുവിശേഷ വേല സമർപ്പണത്തിൻ്റെ വേല. പത്രോസ് തൻ്റെ പടകിനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? അവിടെ ആഹാരം കാണത്തില്ല, വസ്ത്രം കാണത്തില്ല, പക്ഷെ ഒന്നുമില്ലേലും ആ കണ്ടവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. നിന്നെ വിളിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ നീ തകരത്തില്ല. ഇത് പറയുമ്പോൾ ഒരു സംഭവകഥ നിങ്ങളുടെ മുമ്പിൽ പറയാതെ എനിക്ക് ആ മെസ്സേജിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. ഒരിക്കൽ ഒരു വലിയ നദിയുടെ കുറുകെ ഒരു മനുഷ്യൻ സ്തോത്രം ഒരു കയറ് കെട്ടി ആ കയറിൻ്റെ മുകളിലൂടെ നടക്കുക. സ്തോത്രം. ഇദ്ദേഹം പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നപ്പോൾ ഇദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര കൃത്യതയോടെ നിങ്ങൾക്ക് അക്കരെ പോയി വരാൻ കഴിയുന്നത്? സ്തോത്രം. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അക്കരെ എനിക്കൊരു പ്രത്യേക നിലവാരത്തിൽ ഞാൻ ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ താഴെ വെള്ളമുണ്ടെന്നോ താഴ്ചയുള്ളതൊന്നും അല്ല ഞാൻ നോക്കുന്നേ, അക്കരയിൽ എൻ്റെ കണ്ണൊരു ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടുണ്ട്. അവിടെ എത്തും വരെ ഞാൻ മറ്റൊന്നിലേക്കും നോക്കത്തില്ല. സ്തോത്രം പറയണേ. നമ്മൾ മറ്റു പലയിടത്തും വീണു പോകാൻ കാരണം നമ്മുടെ നോട്ടം പിഴയ്ക്കുന്നുകൊണ്ടാ, നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കുന്നുകൊണ്ടാ. ഇന്ന് പകൽക്കാല സമർപ്പണത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരെ, നിങ്ങളുടെ കണ്ണ് കർത്താവിൽ നിന്ന് മാത്രമായിരിക്കാൻ ഈ പകൽ ദൈവാത്മാവ് ദൂത് പറയുക. സ്തോത്രം, സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് വരാം, വായിച്ചാട്ടെ. ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി. നോക്കിയേ, ഷീമോന്റെ ആദ്യത്തെ കാര്യം, നാഥ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ശ്രദ്ധിച്ചോണേ, ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഞാനിവിടെ നിൽക്കുന്നു. ഒരു മീൻ പോലും വലയ്ക്കകത്ത് കയറാത്തവനായിരുന്നു കഴുകിക്കൊണ്ടിരുന്നത്. സ്തോത്രം പറയണേ, സ്തോത്രം പറയണേ. ചിലടത്ത് വിശ്വാസികളില്ലെങ്കിൽ ആരാധന 5 മിനിറ്റ് കൊണ്ട് തീരും. ഇത് പറയുന്നതിൽ എന്നോട് ആരും തെറ്റിദ്ധരിക്കരുത്. സഭയിലെ വിശ്വാസികളില്ലെന്ന് പറഞ്ഞ് മണിക്കൂർ കൊണ്ട് യോഗം നടത്തിയിട്ട് പോകുന്നവരെ എനിക്കറിയാം. പക്ഷേ ഈ വലയ്ക്കകത്തൊരു മീൻ പോലും കയറിയില്ല, ഒരു നന്മയും കിട്ടിയില്ല. ആ നന്മ കയറാത്ത വലേനെ അവൻ കഴുകിയേ. നമ്മുടെ മനോഭാവം ഒരു വലിയ കാര്യമാണ്. ആത്മാക്കളില്ലേലും നീ ഉപസിക്കണം, ആത്മാക്കളില്ലേലും നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, ആത്മാക്കളില്ലേലും നീ പായ നോക്കി പ്രസംഗിക്കാൻ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെട്ടാൽ അതിൻ്റെ അകത്ത് ആത്മാക്കളെ തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം. എനിക്കറിയാവുന്ന കർത്തൃദാസന്മാർ ഒത്തിരി അനുഭവമുള്ള ഒത്തിരി ദൈവദാസന്മാർ എനിക്കറിയാം. അവർ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് സഭയ്ക്കകത്ത് വിശ്വാസികളില്ല. സ്തോത്രം. ഭാര്യ ഇടയ്ക്ക് തനിക്ക് വെള്ളം കുടി, എൻ്റെ ഒരു ഗുരുനാഥനാ, വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് പോകും. സ്തോത്രം. എഴുന്നേറ്റ് പോകുന്ന സമയത്തും പുള്ളി ആ പായ നോക്കി തന്നെ പ്രസംഗിക്കും. ഇന്ന് 100-500 വിശ്വാസികളുള്ള ഏറ്റവും വലിയൊരു സഭയെ പാസ്റ്റാക്കി ദൈവം അദ്ദേഹത്തെ തീർത്തു. നമ്മുടെ മനോഭാവം. ഹല്ലേലൂയ. വലയ്ക്കകത്ത് മീൻ കയറിയില്ല, എങ്കിലും അവൻ കഴുകി. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്ത പദത്തിലേക്ക് ഞാൻ വരുന്നത്. 1, അവൻ വല കഴുകുന്നവനായിരുന്നു. 2, സമർപ്പണമുള്ളവനായിരുന്നു. 3, നല്ല മനോഭാവത്തിന് ഉടമയായിരുന്നു. 4ാമത്തെ കാര്യത്തിലേക്ക് വരിക, കർത്താവിൻ്റെ വാക്കിനെ അസാധാരണമായിട്ട് വിശ്വസിച്ചു. സ്തോത്രം പറയാമോ? രാവിലെ ഷിജു പാസ്റ്ററോട് ഞാനൊരു സംഭവം പറഞ്ഞു. അതിവിടെ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും അനുഗ്രഹമാകാൻ വേണ്ടി ഞാനത് പറയാം. നമ്മൾ ദൈവശബ്ദം കേട്ട് ഒരു ദേശത്ത് നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴി വലിയ വഴിയായിരിക്കും. ആമേൻ പറയുന്നില്ലല്ലോ, ആമേൻ പറയുന്നില്ലല്ലോ. എനിക്കറിയാം, ഇതിൻ്റെ അകത്തിരിക്കുന്നത് എന്നെക്കാളും സീനിയറായിട്ടുള്ള കർത്തൃദാസന്മാരാണ്. എൻ്റെ പ്രായത്തോളം സ്വസ്ത്രം ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരാണ്. അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നൊരൊത്ത ബോധ്യത്തോടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴി വലിയ വഴിയാണ്. ഞാൻ ഞങ്ങളുടെ ദേശത്തെ പ്രവർത്തനം ആരംഭിച്ചു. കൃപയാൽ 2012, 13, 14, 15 4ാമത്തെ വർഷമാണ്. ഇതിൻ്റെ ഇടയിൽ ആ പ്രവർത്തനത്തിൽ ആത്മാക്കളൊന്നും കയറുന്നില്ല. വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ ദേശം വിട്ടു പോകാൻ പലതരത്തിൽ പ്രലോഭനമുണ്ടായി.
അനുഗ്രഹിക്കപ്പെട്ട പല സഭകളും എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടി. പക്ഷേ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, എടാ നിന്നെ ഈ സ്കിന്ന് തന്ന് ഈ ഹൈ റേഞ്ച് ജനിപ്പിച്ചത് ഹൈ റേഞ്ചിൽ പ്രവർത്തിക്കാനാ, അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, എൻ്റെ കൂട്ടുകാരും എൻ്റെ സ്നേഹിതരും ഒക്കെ പറഞ്ഞത് മധ്യ തിരുവാങ്കൂറിൽ പോയാലാ രക്ഷപ്പെടാൻ വഴിയുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്തുകൊണ്ട് ഈ ഹൈ റേഞ്ചിൽ തന്നെ നിൽക്കണം? കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ ദൈവശബ്ദപ്രകാരം നിൽക്ക്, എൻ്റെ ശബ്ദപ്രകാരം നിൽക്ക്. സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂത്, ഇസഹാക്ക് ദൈവശബ്ദപ്രകാരം നിന്നപ്പോൾ ആ സ്തോത്രം വരൾച്ചയുള്ള ഭൂമിയിൽ ആമൻ ഇസഹാക്കിന് വേണ്ടി ദൈവം 100 മേനി കൊടുത്തു. സ്തോത്രം പറയണേ, സ്തോത്രം പറയണേ. നീ ആരംഭിച്ച വേല ദൈവശബ്ദമാണെങ്കിൽ കരുതാനും എൻ്റെ ദൈവശക്തനായ ദൈവ. ആമേൻ, ആമേൻ. നീ പല ഓഫറുകളും കൈകൊണ്ട് തട്ടി മാറ്റിയത് ഒരു ദൈവശബ്ദത്തിൻ്റെ പേരിലാണെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനായ ദൈവ. ഞാൻ താമസിക്കുന്നത് അവൻ ഇടിമണ്ണിക്കൽ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട വെച്ചൂച്ചറക്കാരൻ ബേബിച്ചായൻ്റെ വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. സ്തോത്രം. 42 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിനുണ്ട്. അവൻ ഞാൻ മാസവാടക കൊടുത്ത അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാറ് എപ്പോഴും എന്നോട് ചോദിക്കും, പാസ്റ്ററെ ഈ സ്ഥലം വാങ്ങിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അതുപോലെ ഈ 42 സെൻറ്റ് സ്ഥലം ലക്ഷങ്ങൾ മുടക്കി വാങ്ങിക്കാനുള്ള പോക്കറ്റിലെ കനം എനിക്കില്ല. ഒടുവിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച പാസ്റ്റർ ബൈജു ഉപ്പുതറയും ഞാനും ആമേൻ ഒരു സുനീഷ് ഉപ്പുതറയും ഞങ്ങൾ 3 പേരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഈ സ്ഥലത്തിൻ്റെ റേറ്റൊക്കെ സംസാരിച്ച് മടങ്ങി വന്നിട്ട് പറഞ്ഞു, കൈ കാശാകുമ്പോൾ അഡ്വാൻസ് ചെയ്യാം. കയ്യിൽ കാശാകുമ്പോൾ. പക്ഷേ നാളുകൾ 1 മാസം കണ്ട് കഴിഞ്ഞപ്പം ഇദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മനസ്സിലൊരു തോന്നൽ, നിങ്ങൾക്ക് ഈ സ്ഥലം എഴുതി തന്നേക്കാം. എത്ര രൂപ കയ്യിലുണ്ട്? ഞാൻ പറഞ്ഞു 10,000 രൂപ കയ്യിലുണ്ട്. കാറിൻ്റെ CC അടയ്ക്കാനുള്ള 10,000 രൂപ കയ്യിലുണ്ട്. സ്തോത്രം. ഞാൻ പറയാം, വെച്ചൂച്ചിറയിൽ ഇടിമണ്ണിക്കൽ ഫൈനാൻസിലെ ബേബിച്ചാന് നിങ്ങൾ പറ്റുമെങ്കിൽ പോയൊന്ന് ചോദിക്കണം, രതീശാലപ്പാറയ്ക്കാണോ ആ വീട് എഴുതി കൊടുത്തതെന്ന് ചോദിക്കണം. ഇത് ചുമ്മാ അടിസ്ഥാനവും ആധാരവും ഇല്ലാത്തൊന്നും കാര്യമുള്ളൂ, ഉള്ള കാര്യമേ പറയുള്ളൂ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരു ദിവസം അദ്ദേഹം വിളിച്ച് പറഞ്ഞു, എന്നാൽ കയ്യിലുള്ളതുമായിട്ട് വാ, ഞാനിത് എഴുതി തന്നേക്കാം. 42 സെൻറ്റ് സ്ഥലവും വീടും 10,000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് മുഴുവൻ പൈസ കൈപ്പറ്റിയതായി എഴുതി ആധാരം ചെയ്തു തന്നു. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്കറിയാവോ, ഒരു 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം നമ്മളൊരു പ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. ചീത്തയായിട്ടും മോശം വാക്കായിട്ടും ദൈവദാസന്മാരെ വേദനിപ്പിക്കുന്ന ആമേൻ ഏറിയുള്ള പല പ്രവർത്തനങ്ങളും. പക്ഷേ എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, എന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, പകച്ചവരുടെ മുമ്പാകെ നന്മയ്ക്കായുടെ അടയാളം എൻ്റെ ദൈവം ആ ദേശത്ത് ചെയ്തു. ഇതിവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ കർത്താവിന് മഹത്വം. നീ ദൈവശബ്ദ പ്രകാരമാ കാലെടുത്തു വെക്കുന്നതെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നത് മനുഷ്യൻ കണ്ടിട്ടുള്ളതല്ല, അതിനേക്കാളും വലുതാണ്. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പകലിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചില ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ ഈ പകൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ പകൽ വെളിപ്പെടാൻ പോവുകയാണ്. ചില മിനിറ്റുകൾ നീ ശബ്ദം കേട്ട ഈ ദേശത്ത് നിൽക്കുന്നതെങ്കിൽ, നീ ശബ്ദം കേട്ട പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ എൻ്റെ ദൈവം പുതുവഴി തുറക്കാൻ പോവാ. യോർദാനെ മുറിച്ചതുപോലെ, എരികോവിനെ തകർത്തതുപോലെ ചിലർക്ക് വേണ്ടി, ശബ്ദമുള്ള ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോവാ. സ്തോത്രം. നീ ശബ്ദം കേട്ട മിശ്രമി മടങ്ങി വന്നെങ്കിൽ നിന്റെ മുമ്പിൽ ചെങ്കടൽ നിൽക്കാൻ കഴിയത്തില്ല. നീ ശബ്ദം കേട്ട ഇറങ്ങി തിരിച്ചതെങ്കിൽ നിന്റെ മുമ്പിൽ എരികോവിന് തലമുക്കി നിൽക്കാൻ കഴിയത്തില്ല. നീ ശബ്ദം കേട്ട വന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന് മഞ്ഞ പരാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, അതൊരു മുഖസ്തുതിയായിട്ടൊന്നും ഓർക്കരുത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിലും എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഞാൻ ഓർത്ത് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വേറെ കാര്യത്തിലൊന്നും അല്ല കേട്ടോ, സാമ്പത്തിക കാര്യത്തിൽ. എൻ്റെ അനിയനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അപ്പനുണ്ടോയെന്ന് അറിയത്തില്ല.
പക്ഷേ ഒരു കത്തോലിക്കൻ പറയാം, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. എൻ്റെ മഹത്വമല്ല, നിൽക്കാൻ പറഞ്ഞവൻ്റെ മഹത്വമാണ്. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ദൈവശബ്ദപ്രകാരമാണോ ഈ തിരുവനന്തപുരത്ത് നിൽക്കുന്നത്? നിന്റെ വലയ്ക്കകത്ത് നന്മ കയറിയിരിക്കും. സ്തോത്രം. ദൈവശബ്ദപ്രകാരമാണോ നീ റൂറൽ ഏരിയയിൽ നിൽക്കുന്നത്? അവിടെ ആത്മാക്കളെ കൊണ്ടുവന്നൊരു പട്ടണമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽ ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുക. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകലിൽ തമ്പുരാൻ കർത്താവ് ചിലതിനോട് ദൂത് പറയുക. നീ കേട്ട ശബ്ദം നിന്നെ ഉടച്ചു കളയാനല്ല, നിന്നെ തകർത്ത് കളയാനല്ല. ഈ ശബ്ദം നീ ഒരു ദൈവവൈദ്യരാന്ന് തെളിയിക്കാനോ. ഓ, കരങ്ങളടിച്ച് ആരാധിച്ചോ, കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചോ. കർത്താവ് പറയോ, നീ ദൈവത്തിന്റെ പൈതലാണെന്ന്, നീ ദൈവത്തിന്റെ ദാസനാണെന്ന്, നീ ദൈവത്തിന്റെ മകനാണെന്ന്. എൻ്റെ ദൈവം നീ ആയിരിക്കുന്ന ദേശത്ത് ശബ്ദം കേട്ട് നിൽക്കണം, നിന്നെ കൊണ്ട് തെളിയിക്കാൻ പോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് എഴുത്ത സൂചി. ശബ്ദം കേട്ടു, അവൻ വല ഇറക്കാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ വന്ന് പകലല്ല, രാത്രിയാണ്. ഓ, മിണ്ടുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ മീൻ പിടിക്കാൻ പോകുന്നത് രാത്രിയിലാണ്. കാരണം ഇവരുടെ അറിവ് വെച്ച് പകൽ പോയാൽ ചിലപ്പോൾ മീൻ കിട്ടത്തില്ലെന്നായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ പത്രോസ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും ഞാൻ വെള്ളത്തിൽ വല ഇറക്കാന്നല്ല, നിന്റെ വാക്കിന്. സ്തോത്രം പറയാമോ? സ്തോത്രം. എന്തിന് വല ഇറക്കാന്നാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. അറിവ് വെച്ച് വല ഇറക്കിയവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ബുദ്ധി വെച്ച് വല ഇറക്കിയവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. പക്ഷെ തമ്പുരാന്റെ ശബ്ദത്തിന് വലയിറക്കി ആരും പരാജയപ്പെട്ടിട്ടില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. കർത്താവ് പറഞ്ഞിട്ടാ നീ നിന്റെ കുഞ്ഞിനെ നേഴ്സിങ്ങിന് വിട്ടെങ്കിൽ അത് പരാജയമാകത്തില്ല. കർത്താവ് പറഞ്ഞിട്ടാ നിന്റെ കൊച്ചിനെ നീ ബൈബിൾ കോളേജ് വിട്ടതെങ്കിൽ അത് പരാജയമാകത്തില്ല. കർത്താവ് പറഞ്ഞിട്ടാ നീ വേലക്കിറങ്ങിയതെങ്കിൽ നീ പരാജയമാകത്തില്ല. കർത്താവ് പറഞ്ഞിട്ടാ നീ സകലവും ത്യജിച്ചിറങ്ങിയതെങ്കിൽ നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി. പെരുത്ത മീൻകൂട്ടം അതിൻ്റെ അകത്ത് കയറി. സ്തോത്രം പറയാമോ? 2 പദങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, വല കീറാറാകുവോളം. 2, പടക് മുങ്ങാറാകുവോളം. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഈ നന്മ വന്നു കയറിയപ്പോൾ ഇവനടുത്ത പടകിനെ കൈ കാണിച്ചു വിളിച്ചു. സ്തോത്രം പറയാമോ? അവരുടെ പടകിനെ കൂടെ നിറച്ചു. അസൂയയില്ലാത്തവനായ നന്മ കൈമാറണമെങ്കിൽ അസൂയയില്ലാത്തവരായി നാം മാറണം. ഈ പത്രോസിന്റെ പടകിൽ എത്ര മീൻ കയറിയോ അത്ര തന്നെ മറ്റേ പടകിലും കയറി. നമ്മളാണ് പറഞ്ഞ സീനിയോറിറ്റി വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറിയതിനേക്കാൾ കുറച്ച് അവിടെ കയറിയാൽ മതി. സീനിയോറിറ്റി ഒരു വിഷയമാണ്. സ്വത്രം പറഞ്ഞേ, ഒരു നല്ല സ്വത്രം പറ. ഇവിടെ സീനിയോറിറ്റി ഒന്നും പുള്ളിക്കാരൻ നോക്കിയില്ല. അദ്ദേഹം പറയാ, എനിക്ക് കിട്ടിയതുപോലെ ഇവന് കിട്ടിയതിൽ എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം. കർത്താവിനെ പഠിപ്പിച്ചൊരു ചിന്ത, അവൻ അസൂയയില്ല. അടുത്ത പദം ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട്. എത്ര പേർക്ക് ഈ ദൂത് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാൻ കഴിയും? ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷ ഫലവത്തായി തീരണമെങ്കിൽ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. നല്ല സ്തോത്രം പറഞ്ഞു. എന്താ ഈ ഷെയറിംഗ് മെന്റാലിറ്റി? ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടത് നീ കൊടുക്കണം. ആമേൻ. ഞങ്ങളുടെ നാട്ടിൽ പേര് പറയുന്നില്ല, എനിക്കറിയാവുന്നൊരു വിഷയം. അപ്പനും മോനും പാസ്റ്റർ. അപ്പൻ്റെ ദശാംശം മോന്, മോൻ്റെ ദശാംശം അപ്പന്. കിട്ടുന്ന പൈസ വീട്ടിൻ്റെ അകത്ത് തന്നെ കറങ്ങിക്കിടന്ന് കളിക്കുക. ആമേൻ പറയത്തില്ല. നിങ്ങളുടെ കാര്യമല്ല, ഏലപ്പാറക്കാരുടെ കാര്യം. ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. സാമ്പത്തിക മണ്ഡലത്തിൽ ഭയങ്കരമായിട്ട് ബ്ലോക്ക്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ
കർത്താവിനോട് പറഞ്ഞൊരു ദൂത്, വിത്ത് ആരും പുഴുങ്ങി തിന്നാറില്ല. വിത്ത് ഒന്ന് പറ, പുഴുങ്ങി വിത്തിൽ ഈ കിട്ടുന്ന 10 മാറ്റി വയ്ക്കും അടുത്ത വർഷത്തേക്ക് വിതയ്ക്കാൻ. എങ്കിലേ അടുത്ത വർഷം നന്മയുണ്ടാവുള്ളൂ. സ്വോത്രം പറ. ഇത് വിത്തും കൂടെ പുഴുങ്ങി തിന്നിട്ട് കർത്താവ് തരണം എന്ന് പറഞ്ഞാൽ കർത്താവ് തരത്തില്ല. ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടത് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കണം. സ്വോത്രം. എങ്കിലേ ഒരു അഭിഷേകം വർക്കൗട്ട് ആകൂ. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഇവിടെ സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗമല്ലേ ഇത്. ഒരു പറ്റം ഒരു പുതിയ തലമുറയെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള ഒരു ദൂതായത്. സ്തോത്രം. നോക്കിയേ, ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി, അസൂയയില്ല. ഈ നന്മ വന്ന് കയറിയപ്പം നാഥാന്ന് വിളിച്ചവൻ, കർത്താവേ ഞാൻ പാപിയ ഒരു മനുഷ്യൻ, എന്നെ വിട്ടു പോകണം. നമ്മുടെ നാട്ടിൽ നന്മ വന്ന് കയറിയ പിന്നെ പുള്ളി തള്ളവരലല്ല നടക്കുന്നത്, നേരെ നടക്കല്ലേ, ഇതിങ്ങനെ. സ്തോത്രം. നല്ല സ്തോത്രം പറഞ്ഞേ. നന്മ വന്ന് കയറിയപ്പം ഇവൻ നന്മേനെയല്ല നോക്കിയേ, ദാതാവിനെയാണ് നോക്കി. ഇന്ന് പലർക്കും വന്ന ഏറ്റവും വലിയ പറ്റ്, സുവിശേഷകർക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ന ഏറ്റവും വലിയ പരാജയം, ദാനത്തെക്കാൾ കൂടുതൽ ദാതാവിനെ സ്നേഹിച്ചില്ല, ദാതാവിനേക്കാൾ കൂടുതൽ ദാനത്തെ സ്നേഹിച്ചു. സ്തോത്രം പറഞ്ഞേ. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കൊച്ചിനും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹിതർക്കും എല്ലാം സ്ഥാനം എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ടാണ്. സ്തോത്രം പറയണേ. നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് പകൽ എന്തിനാ സ്ഥാനം? വസ്തുവിനാണോ, വീടിനാണോ? പണ്ടൊരു കാശി പറഞ്ഞു, വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നില്ല. എന്നാ ചോദിച്ചു പറയാ, ഈയിടയ്ക്കാ പെയിന്റ് അടിച്ച്, ഇനി പ്രാർത്ഥന നടത്തിയ പിള്ളേർ വന്ന് ഭിത്തിയച്ചാരും ചെളിയാകുമെന്ന്. പറയണ ഇതൊക്കെ. ദാനത്തെ സ്നേഹിക്കരുത്, ദാതാവിനെ ഈ പകൽക്കാലം സ്നേഹിക്കണം. ഗൾഫിൽ നടന്ന ഒരു സംഭവം. ഒരിക്കൽ ഒരു പാസ്റ്റർ പറഞ്ഞു, സൗരം വരുന്ന വഴിക്കേ, ഇവൻ്റെ വണ്ടി പജോറ എങ്ങോണ്ട വരുന്ന വഴിക്കേ, നീ 2 സഹോദരന്മാരെ ക്യാമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം, പ്രാർത്ഥനയ്ക്ക് വരാൻ വണ്ടിയില്ല. പുള്ളി പറഞ്ഞേ, വണ്ടി ഇപ്പം കുറച്ച് പൈസ കൊടുത്ത് സർവീസ് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് ആരെയും കയറ്റുന്നില്ലെന്ന്. അവസാനം വണ്ടിയും പോയി, പുള്ളിയും പോയി. ഇപ്പം പുള്ളി നാട്ടിൽ നിൽക്കുക. ദാനത്തെ സ്നേഹിക്കരുത്, ദാതാവിനെ സ്നേഹിക്കണം. സ്തോത്രം പറഞ്ഞേ. എനിക്ക് ഒത്തിരി നന്മകൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഈ വേദിയിൽ നിന്ന് പറയുക, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങും. എൻ്റെ മാതാപിതാക്കൾ തോട്ടം തൊഴിലാളികളായിരുന്നു, എസ്റ്റേറ്റിൽ പണിയുന്നവരായിരുന്നു. കൃപയാൽ ഒരു തോട്ടം തൊഴിലാളിയുടെ മകന് കിട്ടാവുന്നതിനേക്കാൾ ഏറ്റവും അധികം നന്മ എൻ്റെ ഈ 31 വയസ്സിൻ്റെ അകത്ത് ഞാൻ അനുഭവിച്ചവനാ. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, എത്ര ഉയർന്നാലും എൻ്റെ തമ്പുരാനെ വിട്ടു ഒരു കളിയില്ല. കാരണം നന്മയല്ല വലുത്, എൻ്റെ കർത്താവാണ് വലുത്. പലരുടെയും പരാജയത്തിൻ്റെ കാരണം നന്മയുടെ പുറകിനോടുക. പാവപ്പെട്ടവൻ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അവന് പ്രാർത്ഥന വരത്തില്ല, പാവപ്പെട്ടവനോട് ദൂതില്ല. സ്തോത്രം. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ, അയ്യോ സമയമില്ല, ഞാൻ ഡയറി നോക്കട്ടെ. നിന്റെ ഡയറിയൊക്കെ എന്താ ഉണ്ടായേ? സ്തോത്രം. നിയോഗമില്ല, അവിടം വരെ വന്ന ദൈവ സാന്നിധ്യം പോകുന്നു. ദാനത്തെ സ്നേഹിക്കരുത്, ദാതാവിനെ ഇന്ന് പകൽക്കാലം സ്നേഹിച്ചു. ചേർന്ന് ദൈവത്തെ സൂചിച്ചാട്ടെ, ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അടുത്ത കാര്യം, നന്മ വന്നു കയറിയപ്പോൾ, കർത്താവേ ഞാൻ പാപിയായൊരു മനുഷ്യൻ. അതിൽ പാപമുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ കൃപയുള്ളവനെ എപ്പോഴും ഭരിക്കേണ്ട ഒരു കാര്യം, ഞാൻ യോഗ്യനല്ല. ഒരു പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നില്ലെങ്കിലും നീ പാപി എന്നൊരു ചിന്ത ഭരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുണ്ടാകൂ. സ്തോത്രം പറയാമോ? ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം.
നന്മ വന്ന് കയറിയപ്പോൾ നന്മയുടെ പുറകിന് പോയില്ല, നന്മ തന്നവൻ്റെ പുറകിന് പോയി. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ആ നന്മ വന്ന് കയറിയപ്പം നാഥാ നല്ല വിളിച്ച കർത്താവേ. സ്തോത്രം പറയാമോ? നന്മയ്ക്ക് മുമ്പ് അവൻ്റെ വെളിപ്പാട് നാഥൻ, നന്മ വന്ന് കയറിയപ്പം കർത്താവേ. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഇതേ പദം തന്നെയാ ആമേൻ ആമേൻ പത്രോസ് ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് പറഞ്ഞത്. സ്തോത്രം. യേശു ചോദിച്ചു, ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ആമേൻ ആമേൻ. ചിലർ പറയുന്നു മോശയെ പോലൊരു പ്രവാചകൻ, ചിലർ പറഞ്ഞു യോഹന്നാനെ പോലൊരു പ്രവാചകൻ. കർത്താവ് അടുത്തൊരു ചോദ്യം ചോദിച്ചു, ആമേൻ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പത്രോസ് അവിടെ നിന്നിട്ട് പറയാ, നാഥാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അടുത്ത പദം എന്നെ ചിന്തിപ്പിച്ച്, ഇത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. അടുത്ത പദം എങ്ങനെയാണ്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ആരുടെ കയ്യിലാ ദൈവം താക്കോല് കൈമാറുന്നേ? യേശുവിനെ കർത്താവെന്ന് ഉത്തമ ബോധ്യമുള്ളവൻ്റെ കയ്യിലാ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം താക്കോല് കൈമാറുന്നത്. ഇന്ന് പകൽ യേശു നാഥനായിരുന്നാൽ നിനക്ക് താക്കോല് കിട്ടത്തില്ല. നിന്റെ കയ്യിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഈ പകൽ ശക്തിയോടെ വെളിപ്പെട്ട് വരണമെങ്കിൽ യേശു കർത്താവാണെന്നൊരു ബോധ്യം ഈ പകൽ നിന്റെ ഉള്ളത്തെ ഭരിച്ചാൽ ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് പകൽ നിന്റെ കയ്യിലേക്ക് വരികയാ. ഈ താക്കോൽ നിന്റെ കയ്യിൽ വന്നാൽ പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഇന്ന് പകലിൽ ദൈവാത്മാവിനോട് പറയുക, ആമേ സഹിഷ്ണുതയുള്ള, ആമേ സമർപ്പണമുള്ള, കഴുകപ്പെടുന്ന, അസൂയയില്ലാത്ത, ഷെയറിംഗ് മെന്റാലിറ്റി ഉള്ള, ദാനത്തെക്കാൾ കൂടുതൽ ദാതാവിനെ സ്നേഹിക്കുന്ന, പാപബോധമുള്ള ഒരു പത്രോസ് ഇന്ന് പകലിൽ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ആ പത്രോസിന്റെ കരത്തിലേക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ ദൈവം ഈ പകൽ കൈമാറാൻ പോവുകയാണ്. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഒരു അധികാരത്തിന്റെ കൈമാറ്റം, ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഇതിന്റെ മധ്യ ചലിക്കുകയാണ്. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് കുടവല ഹന്തല രഗതല അർത്ഥന രകൽക്കമന ദൈവാത്മാവ് ദൂതായി പറയുക, ഈ പകലിൽ നിന്റെ മേലൊരു ഇന്റർനാഷണൽ മിനിസ്ട്രി, നിന്റെ മേലൊരു രാജകീയ ശുശ്രൂഷ, നിന്റെ മേൽ പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ ഒരു താക്കോലിന്റെ കൈമാറ്റം എന്റെ ദൈവം ഈ പകലിൽ ഇതിന്റെ നടുവിൽ നൽകുകയാണ്. ചൂടപ ശന്തല കുടവല ഹർത്തല ചൂടാഭാര. ഞാൻ കാണുന്നു ദൈവദാസന്മാരുടെ ഇടയിൽ ഒരു കൈമാറ്റം വെളിപ്പെടുന്നത്, ഒരു കൈമാറ്റം വെളിപ്പെടുന്നത്. ഈ 18-ാം പകലിൽ നിന്റെ ശുശ്രൂഷ മാറുകയോ, ഈ 18-ാം പകലിൽ നിന്റെ അന്യഭാഷ മാറുകയോ, ഈ 18-ാം പകലിൽ നിന്റെ പ്രസംഗത്തിന്റെ ശൈലി മാറുകയാണ്. ഈ 18-ാം പകലിൽ ഒരു കൃപാവര പ്രാപ്തനായി നീ എഴുന്നേൽക്കാൻ പോവുകയാണ്. ചൂടപാല ഹർത്തനാര ചൂടപാല ഹതനേ റിക്കമനഗദേ ചൂടവ ശന്തല അർത്ഥമനാതല റിക്കമാന ചൂടപാല ഹതന. കരങ്ങൾ അടിച്ച് പ്രാപിച്ചോ, കരങ്ങൾ അടിച്ച് ആരാധിച്ചോ. കർത്താവ് ഇന്ന് പകലിൽ ജനത്തോട് ദൂത് പറയുക, താക്കോലുള്ള ചില പത്രോസ്മാർ ഉപവാസത്തിൽ പുറത്തു വരികയാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ഈ 18-ാം പകലിൽ ഈ PMG ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അടുത്തുള്ളവരെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആരാധിച്ചോ, നിങ്ങൾ സ്തുതിച്ചോ. എന്റെ ദൈവം നിങ്ങളുടെ മേലെ പ്രവർത്തിയേ. ഒരു വലിയ ദൈവാഭിഷേകം, ഒരു വലിയ ദൈവാഭിഷേകം അടകൽ കമനഘടകസി പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. കരങ്ങൾ അടിച്ച് ആരാധിച്ചാട്ടെ. നിർത്തരുത്, നിർത്തരുത്.
സമർപ്പണമുള്ള ആമേൻ സമർപ്പണമുള്ള കഴുകപ്പെടുന്ന നിന്റെ മേല ഈ പകലൊരു താക്കോൽ. കഴുകപ്പെട്ട നിന്റെ മേല ഈ പകലൊരു താക്കോൽ. അപരത്ത് ശുദ്ധിയുള്ള പഴയ ചെരുപ്പിനെ അടിച്ചു കളഞ്ഞ് നിന്റെ കരത്തിൽ ഈ പകലൊരു അധികാരത്തിന്റെ കൈമാറ്റം, ഒരു അധികാരത്തിന്റെ കൈമാറ്റം എന്റെ തമ്പുരാൻ ചെയ്യോ. കരങ്ങൾ അടിച്ച് പ്രാപിക്കട്ടെ. ഉടബല ശന്തര റീക്കല കുടബവ ശീക അർത്ഥല ചൂടവ. പകലിൽ ഈ 18-ാം പകലിൽ നീ വന്നതുപോലെയല്ല, നീ വന്നതുപോലെയല്ല. എന്റെ ദൈവം നിന്നെ ഒരു പുതിയ തീ പൈതമാക്കി, ഒരു പുതിയ ആയുധമാക്കി, ഒരു പുതിയ തീ പന്തമാക്കി ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുപോവുക. നീ ചെന്ന് നിൽക്കുന്ന മേഖലയിൽ നിന്റെ കണ്ണു നീ തുറക്കുമ്പോ, നിന്റെ അത്തരം നീ തുറക്കുമ്പോ, ഓ അസാധാരണമായ ദൈവപ്രവർത്തിക്ക് ഒരു പത്രോസിനെ നീ ഉപയോഗിച്ചതുപോലെ ചിലതിനെ ഇന്ന് പകൽക്കാലം ഉപയോഗിക്കാൻ പോവോ. പടക് വിട്ട ചിലരുണ്ട്, വല വിട്ട ചിലരുണ്ട്. ഇന്ന് പകലിൽ പടക് വിട്ടവന്റെ മേലും ഓ വല വിട്ടവന്റെ മേലും ഈ പകലൊരു വലിയ തീയുടെ കൈമാറ്റം. ഊടബല ഹത്തല രഗതല ഹന്തല. നിർത്തരുതേ, നിർത്തരുതേ. സഭയ്ക്കകത്ത് ഈ പകലിൽ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷയുടെ കൈമാറ്റം ശക്തിയോടെ ചലിക്കുക. ദൈവദാസന്മാരെ, അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ഇതൊരു മഹത്വത്തിന്റെ കൈമാറ്റമാ. നീ വിട്ടുകളഞ്ഞതിനേക്കാൾ വലിയൊരു വലിയൊരു നന്മയുടെ കൈമാറ്റം. ശമന ഹതര ഘടകതല അർത്തല ഘടകതല ഹന്തല രഗതല ഉടബൽ കമന ഘടക ശന്തർ കമന. ഈ പകലിൽ ഉടാ ബാരാ താന അന്താ ലാജ വൈഡ ഹൂടാ ബാബാ ബാബാ അർത്തല രഗതല വൈഡല ശന്തല പൗഡല രഗതല ഊട പ്രൗഢല വേദക. ഉടബല ഹത്തുന രഗൽക്കര ജഗൽക്കമന അർത്ഥ പ്രൗഢല വേദക ശന്തർ കമന ഘടകതുരി. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ, യേശുവിന്റെ കാല് ഗദരദേശത്ത് തട്ടിയപ്പോ, യേശുവിന്റെ കാല് ഗദരദേശത്ത് ചവിട്ടിയപ്പോ ദുരാത്മാക്കൾ കൂട്ടമായി ഇളകിയതുപോലെ ഇന്ന് പകൽക്കാലം ചിലതിനെ ദൈവം ഒരു അധികാര കേന്ദ്രമാക്കി, ഒരു അധികാരത്തിന്റെ പവർ ഹൗസാക്കി ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ചിലതിനെ മാറ്റുകയാണ്. കർത്തൃദാസന്മാരെ, കരങ്ങൾ അടിച്ചു പ്രാപിച്ചു. മിനിസ്ട്രിയുടെ അടുത്തൊരു നിലവാരം, അടുത്തൊരു നിലവാരം, അടുത്തൊരു നിലവാരം ഈ പകൽ വെളിപ്പെടുകയാ. അംദല രഗതുന രഗൽകല ജഗൽകര ജഗൽകര ഉടബല പ്രൗഢ പ്രവത്മന രഗതുനി അന്തർകര ജഗൽകമന ജഗൽകടഗന. യേശ് 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 ഊടാവന വസ്തരാദര വൽപവേദി അടകൽ കടക. ഒരു ഉറപ്പ, കർത്താവിന്റെ വാക്കൊരു ഉറപ്പ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് താക്കോലായിട്ട് കയ്യിൽ തന്നിട്ടില്ലായിരിക്കാം, പക്ഷെ ഇത് ഉറപ്പ. ഇത് നീ തിരിച്ചറിഞ്ഞാൽ, നീ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഇവിടെ വെച്ച് ഇതിനെ തുറന്നാൽ സ്വർഗത്തിൽ തുറന്നു കിടക്കും. നീ ഇവിടെ ഇതിനെ പൂട്ടിയ സ്വർഗത്തിൽ ഇത് പൂട്ടപ്പെട്ടിരിക്കും. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? നിന്റെ ആദരമാ താക്കോൽ.
കുടബല ഹംദൽ കന രഗതുന ജഗൽ കവന. ഈ പ്രാർത്ഥന പഴയ പെന്തക്കോസിന്റെ അനുഭവത്തിലേക്ക് സഭയെ തിരിച്ചു കൊണ്ടുപോവുക. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയും? ഈ ഉപവാസ പ്രാർത്ഥന, ഈ ഉപവാസം പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിലേക്കുള്ള മടക്കയാത്രയാണെന്ന് ദൈവാത്മാവ് ഈ പകൽ ദൂത് പറയുക. എവിടെയാ ഉപദേശിച്ച് താക്കോല്? ഒരു താക്കോലായിട്ടൊന്നും പത്രോസിനായി പോയില്ലല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് നിന്നെ നോക്കി പറഞ്ഞു താക്കോല് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ നാവിലതുണ്ട്, നിന്റെ കരത്തിലതുണ്ട്, നിന്റെ നോട്ടത്തിലതുണ്ട്. അല്പം കൂടെ പറഞ്ഞാൽ വിമർശിക്കുന്നവരെ എനിക്ക് ഭയമില്ല. ഞാൻ വചനത്തിൽ നിന്ന് പറയാം, പൗലോസിന്റെ ഉത്തരവും റൂമാലും രോഗികളുടെ മേൽ കൊണ്ടിട്ടപ്പോ അവർക്ക് സൗഖ്യം വന്നു. ഓ, നിന്റെ നിഴലിൽ ആ താക്കോല് കിടപ്പുണ്ട്, നിന്റെ കാലിൽ ആ താക്കോല് കിടപ്പുണ്ട്. ഈ കാലിൽ താക്കോലുള്ളത് അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ ദുരാത്മ കേന്ദ്രങ്ങൾ ഇളകി മാറിയിരിക്കും. ഞാൻ വചനവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വചനത്തിൽ നിന്നാ പറഞ്ഞേ. അഭിഷിക്തന്മാരുടെ നിഴല് തട്ടിയപ്പോൾ രോഗിക്ക് സൗഖ്യം ഉണ്ടായി. അഭിഷിക്തന്മാർ കാലെടുത്ത് വെച്ചപ്പോ ദേശത്തിലെ ദുരാത്മാക്കൾ ഇളകി. അഭിഷിക്തന്മാരുടെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടായി. സ്വത്രം പറയാമോ? സമർപ്പിക്കപ്പെട്ട നിന്റെ കരത്തിൽ ആ താക്കോൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽക്കുക. നീ തുറന്നെടുക്കാൻ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെട്ടാൽ പിശാച് ദേശങ്ങളെ പൂട്ടിവെച്ചിരിക്കുക, പിശാച് ദേശങ്ങളെ കെട്ടിവെച്ചിരിക്കുകയാ. കൃപയുള്ളവരെ, ഈ പകൽ തിരിച്ചറിയ്, നിന്റെ കയ്യിൽ താക്കോലുണ്ട്. പിശാച് അടിമമുഖത്തിൽ പൂട്ടിവെച്ചിരിക്കുന്ന ദേശങ്ങൾ നിന്റെ കരത്തിലെ താക്കോല് കൊണ്ട് ഈ പകൽ പുറത്തു വരട്ടെ. നിന്റെ ദേശത്ത് അനേക വീടുകൾ ഇരുള് പൂട്ടിവെച്ചിരിക്കുക. ഇന്ന് പകലിൽ ഈ നിയോഗം നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ കരത്തിലെ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊണ്ട് പിശാച് പൂട്ടിയ വീട് സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ പകൽ നീ തുറക്കാൻ പോവുകയാണ്. ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം കൊണ്ട് ഇന്ന് രതീഷ് നീതിമാനായിരിക്കുക. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? കർത്താവ് എന്നൊരു വെളിപ്പാട് പത്രോസിന്റെ അകത്ത് കയറിയപ്പോൾ ആ പത്രോസിന്റെ കരത്തിലേക്ക് താക്കോല് വന്നു. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയുടെ 18-ാം പകലിൽ ദൈവം ചിലർ നിറയ്ക്കാൻ പോവുകയാണ്. ചില മിനിറ്റുകൾ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഹോദരിമാരുടെ ഭാഗത്ത് അല്പം കൃപ പ്രാപിക്കാൻ താല്പര്യമുള്ളവർ, ഒരു പുതിയ ശക്തി പ്രാപിക്കാൻ താല്പര്യമുള്ളവർ മുമ്പോട്ട് കയറി നിന്നാട്ടെ. ആമേൻ. നിർബന്ധത്താലല്ല, സ്വമനസ്സോടെ താല്പര്യമുള്ള കയറി നിന്നാട്ടെ. നമ്മൾ ചില മിനിറ്റുകൾ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവാത്മാവിനോട് പറഞ്ഞൊരു കൃപാവരത്തിൻ്റെ പകർച്ച ഇന്ന് പകൽ ഇതിൻ്റെ നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. ചിലർ ഇന്ന് പകൽ അന്യഭാഷയിൽ നിറയും, ചിലർ ഇന്ന് പകൽ വെളിപ്പാടിനാൽ നിറയും. എൻ്റെ കൂടെ കർത്താവിൻ്റെ ശിശു പാസ്റ്റർ തൻ്റെ കൂടെയുള്ള കർത്തദാസനും ശുശ്രൂഷകൾക്ക് ഭാഗവാക്കായി ആമൻ ഈ ശുശ്രൂഷയെ നിയന്ത്രിക്കും. ചില മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉടവൽ കമന ഘടകസിയാന്തന. ഇന്ന് പകൽക്കാലം ആ തീയുടെ അഭിഷേകം, ഇന്ന് പകൽക്കാലം ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, ഇന്ന് പകൽക്കാലം ആ വടിക്കകത്ത് അധികാരം വ്യാപരിച്ചതുപോലെ നമ്മുടെ മേലേക്ക് ഒരു അധികാരത്തിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. ചില മിനിറ്റുകൾ എല്ലാവരും കരങ്ങൾ അടിച്ചതേ ഈ കർത്താവിന്റെ ദാസന്റെ മേൽ ഒരു വലിയ അഭിഷേകം. ദൈവാത്മാവ് ഈ പകലിൽ ഈ മകനെ നോക്കി പ്രവചിക്കുക. രാജ്യങ്ങളെ ആമേൻ കവർ ചെയ്യാൻ ഒരു വലിയ അഭിഷേകം ദൈവാത്മാവ് നിനക്ക് നൽകുകയാണ്. നിന്റെ കാല് കുത്തുന്ന പട്ടണങ്ങളിൽ ശക്തമേറിയ ദൈവപ്രവർത്തികൾ ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണെന്ന് ഈ പകലിൽ ദൂത് പറയുക. ഒരു സ്വർഗത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഈ ദൈവാത്മാവ് നിന്റെ മേൽ പകരുകയാണ്. കരങ്ങൾ അടിച്ച് പ്രാപിച്ചോ.
ദീവല വസ്തകനാദിക നക്ഷാരേകാ നീരേ വച്ചേ വേദാ വേദി വേദി അസ്തം വക്ഷം വേദക നക്ഷം ദീവല വക്ഷം വെടകട ഘടകം ശീതൽ കട്ട വേദി കട്ടേ വെൽപ്പപ്പറ്റേ അസ്തകട്ടം വീരക്കട്ടം വീരക്കട്ടം വേദിക്കട്ടം യെസ് യെസ് ഉടവാര വസ്തവക്ഷ വേദികട്ട വേദികട്ടി വേദികട്ടി അസ്തകട്ടി വേദികട്ടി വേദികൽക്ക രാധികക്ഷ വേദികക്ഷ യെസ് ഓ നാ ഗടഗ രഗദ 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 ഈവൽ കച്ചക നാദക രാധക രീദക രേദിക യെസ് 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 ഓ യെസ് ഊടാ വാന ഹസ്ത വേദ വേദ വേദി വേദി നാമേ 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 അസ്തക നച്ചക നച്ചന വച്ചക നാദിക നാദിക രംശാരേരി യെസ് ശബ്ദ ബാബ ദീവല വത്തക നച്ചന കത്തിര കട്ടക നത്തിക നത്തക രത്തന കടകച്ച പാദികട്ടം വേദം കട്ടം ഊടക്കട്ടം വേദിക്കട്ടം വീരാകട്ടം വേദിൽക്കട്ടം വീരാകട്ടം വേദക രേസക രേദക ഓരിക നാദക നാദക രീദക രേദക യെസ് 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 ഉടവൽ കടകദ രാധകൽ പവാദ കടകൽ ശംദർ കമന കടകദുനി ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ നിന്റെ മേൽ താക്കോല് കിടപ്പുണ്ട് നിന്റെ മേൽ അധികാരം കിടപ്പുണ്ട് നീ ഒഴിഞ്ഞു നിൽക്കേണ്ടവനല്ല നീ പിശാചിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടവനല്ല പിശാചിനെ കണ്ട് ഭയം നോടേണ്ടവനല്ല ദൈവാത്മ പറയാം നിന്റെ സാന്നിധ്യം പിശാച് ഭയക്കത്തക്ക നിലയിൽ നിന്റെ കയ്യിൽ ആ താക്കോല് കിടക്കുകയാ തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ അത് ഉപയോഗിക്കാൻ തയ്യാറായാൽ ഒരു വലിയ ദൈവ പ്രവൃത്തി നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിച്ചാൽ ഈ പകലത്തെ ആരാധനയിൽ നിനക്കെതിരെ സഭകൾക്കെതിരെ ശുശ്രൂഷകൾക്കെതിരെ ശത്രു കെട്ടിയ കെട്ടുകൾ ഈ ആരാധനക്കകത്ത് അഴിഞ്ഞു മാറുകയോ അഴിഞ്ഞു മാറുകയോ ദൈവരാഷ്ട്രത്തിന്റെ മേലെ ഒരു തീ വലിയ ദൈവശക്തി വലിയ ദൈവശക്തി പിടിച്ചോ 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 കത്തുദാസന്മാരുടെയിടയിൽ ഒരു വലിയ തീയുടെ അഭിഷേകം ഒരു വലിയ അധികാരത്തിന്റെ കൈമാറ്റം പ്രാപിച്ചോട്ടെ അട്ടകട്ടകൾ കനത്തര കശൽ കടക രഗദ രഗദ ഓ യെസ് ആ ആ ഉടവൽ കടക അർത്തന രഗതുന രഗൽകല അസ്തം വക്ഷ വൽപ വൈഡ പ്രമദന ബൗഡ പ്രമദന ബൗഡന വേദി കടകന കത്തുക കത്തുക തീ കത്തുന്നു കാട് കത്തുന്നത് പോലെ ശരത്തിന്റെ ഉള്ളത്തിലേക്ക് ആ ദൈവ ശക്തി ആ ദൈവ സാന്നിധ്യം ഈ പകൽ ശക്തിയോടെ പ്രാപിച്ചാട്ടെ ശബ്ദൽ കടകം അസ്തവക്ഷം വിൽപവം വരവം 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 വരവൽ കടകം വലവൽ കടകം വരവൽ അതല രഗദരവല വദിര രഗദിര കടകൽ അസ്തരക്ഷവാദികടകൾ കടിത്തനാദരാവര ഓ ഊടലാരഗതുനി അന്തർകരാദക പലാദക പരാദര അന്തര ബൗഡല ബലബല അന്തര ഭാരപര ഊടല ഊട ചന്ദല വേദക ഊടാ പാപ പാപ ഊടാ രാജാ സൈഡ അന്തല ബൗഡല ബലബ ഈഗൽ കമനമ രൗഡ ഊടാ പാപ പാപ ഓ യെസ് ഈവൽ കടക രകദ 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 യെസ് 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 ദീവൽ കശ്യക നാദക രാധക രീദക രേദക രീദക അതല രഗദരവല ശബ്ദുരാവരാവരാവര അതല രഗതിരകടകൾ പവിതനകടകൾ പീഠവരംശരക തുരമന്തല വൽക്കടകടകൾ കർത്താവിനോട് പറയാൻ പറയാ ഈ താക്കോൽ നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നിന്റെ ദേശം തന്നെ സഭയായി മാറും നിന്റെ ദേശം തന്നെ സഭയായി മാറും നീ താമസിക്കുന്ന മണ്ണ് ഒരു ഗേരാറിൽ ഉണർവുണ്ടായതുപോലെ ഗേരാറിൽ 100 പേര് കിട്ടിയതുപോലെ ഈ താക്കോൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ദേശത്തെ ഒരു 100 പേര് എന്റെ തമ്പുരാൻ ഈ പകൽ ചെയ്യാൻ പോവാ എന്റെ കർത്താവ് ഈ പകൽ ചെയ്യാൻ പോവാ ആത്മാവിനെ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് തുടങ്ങ് പരിശുദ്ധൻ അത് ചെയ്യാൻ പോവാ
നാളുകളായി നിന്റെ കുടുംബത്തെ, നാളുകളായി നിന്റെ തലമുറയെ, നാളുകളായി നിന്റെ ശുശ്രൂഷയെ, നാളുകളായി നിന്റെ ഭവനത്തിന്റെ അന്തർഭാഗത്തെ കെട്ടിയിട്ടിരിക്കുന്ന ശക്തി ഇന്ന് പകലിൽ ഈ അധികാരം ഇവിടെ വെളിപ്പെടുമ്പോൾ, ഈ അധികാരത്തിന്റെ താക്കോൽ വെളിപ്പെട്ടു വരുമ്പോൾ അത് മാറിപ്പോകുകയാണ്. അസൂയയില്ലാത്ത നിന്റെ കയ്യിൽ ആ താക്കോൽ വരാൻ പോകുന്നേ. ദാനത്തെക്കാൾ കൂടുതൽ ദാതാവിനെ സ്നേഹിച്ച നിന്റെ കയ്യിൽ ഈ താക്കോല് വെളിപ്പെട്ടാൽ ഒറ്റക്കാര്യം ഉറപ്പാ, നീ എഴുന്നേറ്റ് നിന്നാൽ രോഗ്യ സൗഖ്യം ഉണ്ടാകും. നീ പ്രസംഗിച്ചാൽ ആത്മാക്കൾ വിടിവിക്കപ്പെടും. നിന്റെ അപരം തുറന്നാൽ പിശാചിന് വ്യക്തികളെ കെട്ടിവെക്കാൻ കഴിയത്തില്ല. നിന്റെ അപരം എവിടെ തുറക്കുന്നു അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടൂ. ഈ താക്കോലുള്ളവൻ പറയാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. കർത്താവിനോട് പറഞ്ഞു, താക്കോല് വെളിപ്പെട്ടാൽ അധികാരം നീ നടത്തും. പത്രോസിൽ താക്കോലുള്ളത് കൊണ്ട് മുടന്തൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, ചില മുടന്തുള്ള വ്യക്തികളെ നിങ്ങൾ നടത്താൻ പോവുക. ആത്മീക മുടന്തന്മാരെ നിങ്ങൾ നേരെ നടത്താൻ പോവുക. ആത്മീക ഈ ഒരു അധികാരം നിങ്ങൾ മുഖാന്തരം വെളിപ്പെടുമ്പോൾ ഉപവാസത്തോടുകൂടെ അവർ നേരെ നടക്കാൻ പോവുക. ഇന്ന് പകല താക്കോൽ പത്രോസിന്റെ കയ്യിൽ വെളിപ്പെട്ടപ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നടന്നതുപോലെ ചിലർ നടക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്ത്. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസണ്ടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പകൽക്കാലം കർത്തൃപാദപടത്തിലായിരിക്കാൻ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുക. സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് തന്റെ ദാസന കരങ്ങൾ എടുക്കുവാനിടയായല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന മാനദണ്ഡങ്ങളിലേക്ക് ഒരു പത്രോസ് ഒരുക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ തലമുറയിൽ പത്രോസിന് ഉപയോഗിച്ച ദൈവം ഈ തലമുറയിൽ നമ്മെ ഉപയോഗിപ്പാൻ ശക്തനെന്ന് ആഴമേറിയൊരു സമർപ്പണമുള്ളവരായി ജീവിതത്തിന്റെ തലങ്ങളിൽ ദൈവിക ഗുണങ്ങളുള്ളവരായി തീരുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കും. വചന സംസാരിപ്പാൻ കർത്തൃത്തിനെ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രികാലം കരങ്ങൾ എടുക്കണനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസന്റെ ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. നമ്മുടെ ഗമനാഗമനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശേഷാല് ഹല്ലേലൂയ പൂർണ്ണമായി വസിക്കുന്ന ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃ ആസ്താസന്മാരെ കഥ ബലപ്പെടുത്തുവാൻ വരുന്ന സെക്ഷനിലെ കഥ അനുഗ്രഹിക്കുവാൻ നമ്മളെല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ ഇപ്പോഴും കർത്താവിന്റെ ദാസൻ തരകൻ സാറ് മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതസമയം കർത്താവേ ഹല്ലേലൂയ ഹൃദ്യമായി അവിടെ നിങ്ങളോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അക്ഷരത്തിൻ്റെ ശബ്ദം ആത്മാവിൻ്റെ ശബ്ദങ്ങളെ കേൾപ്പിച്ചു. നന്ദി ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മധ്യായിരം ദൈവാസനെ ശക്തമായി അവിടെ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഒരു പുതിയ ആത്മതലത്തിലേക്ക് അവിടെ നിങ്ങൾ ഇറക്കിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നാൾതോറും ഞങ്ങൾ നടത്തുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സകലവും ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മുന്നേറിയതുപോലെ അനേകർ ഈ പ്രദേശത്തേക്ക് വീഴിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥ നിന്റെ വാക്കിന് ഞങ്ങൾ വലിയിറക്കാമെന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആ ഒരു അനുഭവത്തിലേക്ക് ഹല്ലേലൂയ പൂർണ്ണമായ അനുസരണത്തിനുള്ള അനുഭവത്തിലേക്ക് മുന്നേറുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപധാരാളമായി ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാതാവിനെ ഹല്ലേലൂയ അനുസരിക്കുവാൻ, ദാതാവിനെ കീഴ്പ്പെടുവാൻ, ദാതാവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവിടുത്തെ കൃപധാരാളമായി ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനത്തിൽ ആശ്രയിക്കുന്ന അനുഭവമല്ല, ദാതാവിൽ തന്നെ ആശ്രയിപ്പാൻ, ശക്തി പകരുന്ന കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ, സകലവും തരുന്ന കർത്താവിൽ ആശ്രയിപ്പാനുള്ള കൃപ ഞങ്ങൾ എല്ലാവരോടും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലവും ഞങ്ങൾക്കല്ല, യഹോവേ ഞങ്ങൾക്കല്ല, അവിടുന്ന്
നാമം തന്നെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം സ്വർഗ്ഗം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹലുവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരും ഇവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും തൊഴിൽ സൂക്ഷിക്കുമാറാകണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ പേരെല്ലാം സ്വർഗ്ഗത്തിലെ മഞ്ഞ മഴ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മധ്യ ശുശ്രൂഷ ദിവസനെ വീണ്ടും മുറിച്ചുള്ള ആയുധമായി അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ. വൈകുന്നേരം ശുശ്രൂഷ അവിടെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. അനേകർ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭകളിൽ ശുശ്രൂഷിക്കുന്ന ദിവസന്മാരെ ഇവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. വീണ്ടും കർത്താവെ മുറിച്ചുള്ള ആയുധങ്ങളായി എല്ലാവരും ഇവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ. എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആവശ്യങ്ങളുടെ മേൽ കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.